കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുറച്ച് പാചകത്തിൻ്റെ പരിപാടികളൊക്കെയാണ് കേട്ടോ. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ചിക്കൻ കുറുമ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു നാടൻ കറിയുടെ റെസിപ്പി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തി വയ്ക്കണേ. എന്നിട്ട് നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം. അപ്പോൾ ഇന്ന് രാവിലെ നൂൽപുട്ടും ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നൂൽപുട്ടിനുള്ള പൊടി എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വാട്ടിയെടുക്കുകയാണ്. പിന്നെ നമ്മുടെ നൂൽപുട്ട് തട്ടുണ്ടല്ലോ, നമ്മൾ പീച്ചണ തട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിലത്തെ ഈ നൂലൊക്കെ ഉണ്ടല്ലോ, അതിലിങ്ങനെ ഒട്ടി പിടിച്ചിട്ട് ഫുള്ള് ഇങ്ങോട്ട് വരാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ ആ നൂൽപുട്ട് പീച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതാ നൂൽപുട്ട് പീച്ചുകയാണ്, മാവൊക്കെ കുഴച്ച് റെഡിയാക്കി അച്ചിലൊക്കെ ഇട്ടു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ നൂൽപുട്ട് നാഴി. എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, കേടുവരില്ല പറഞ്ഞിട്ട് ലാസ്റ്റ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നൂൽപുട്ടൊക്കെ ആവിയിൽ വെച്ചു. അപ്പുറത്ത് കുക്കർ വെച്ചിട്ടുണ്ട് നമ്മളെ കുറുമ വയ്ക്കാനായിട്ട്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി, തക്കാളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കുള്ള ജീരകം, പട്ട, ഗ്രാമ്പു അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, തക്കാളി, സവാള എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കുക്കറിലിടുന്നത്. അപ്പോൾ ഒരുമിച്ചിട്ട് എല്ലാം കൂടി ഇട്ട് മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് ചിക്കൻ ഇടാനായിട്ട്. അപ്പോൾ ചിലവർ മൊത്തത്തിലിട്ടിട്ട് വേവിക്കും കേട്ടോ കുറുമയ്ക്കൊക്കെ. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് ഒന്നുകൂടി നല്ലത്. കാരണം ആ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ട് കുറുമയിലുണ്ടാകുമ്പോൾ നല്ല രസം. വേറെ എടുത്ത് കഴിക്കുന്നതാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 വിസിൽ കൊടുത്താൽ മതി കേട്ടോ. 2 വിസിൽ കൊടുത്തിട്ട് ആ വിസിലൊന്ന് ആവി കളഞ്ഞു വിട്ടാൽ മതി. കരിയൊന്നുമില്ല കേട്ടോ. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഒരു കറുത്ത കളർ പോലെ തോന്നും, അപ്പോൾ നമ്മൾ കരിഞ്ഞ വിചാരിക്കും. പക്ഷെ നമ്മൾ ഇളക്കുമ്പോൾ അതൊന്ന് വാടിയതിൻ്റെ ആ ഒരു ഇതായിരിക്കും കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വാടി വരാനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഞാൻ സിമ്മിലിട്ട് കൊടുത്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കൊടുക്കുക, വിസിലയച്ചു വിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ വിസിലടിക്കാൻ വെച്ചതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേഗം ഒരു കുമ്പളങ്ങ എടുത്തിട്ടോ. അപ്പോൾ കുറുമയാകുമ്പോൾ നമുക്ക് മെയിനായിട്ട് എന്താ വേണ്ടത്, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഒക്കെയാണല്ലോ. അപ്പോൾ നല്ല അടിപൊളി കുമ്പളങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കുകയാണ്. തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണമൊക്കെ മുറിച്ച് വയ്ക്കണം. കുറുമയിൽ കുമ്പളങ്ങ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ എന്തായാലും കുറുമയിൽ മിക്സ് ആക്കാണ്ടിരിക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തു, കുക്കറിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് ചിക്കനും ഇട്ടു കേട്ടോ. അപ്പോൾ കുറുമയാകുമ്പോൾ കുറച്ച് ചിക്കൻ മതി കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങയൊക്കെ ഇടുന്നതും. പിന്നെ നമ്മളതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ തീ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തു കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം, വേവാനുള്ള വെള്ളവും വെച്ച് കൊടുത്തിട്ട് ഇതൊരു 2 വിസിൽ, ഇതേപോലെ 2ഓ 3ഓ വിസിൽ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് വേവായിരുന്നു കേട്ടോ. അപ്പോൾ കറി ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് പെരുംജീരകം, 2 മണി ഗ്രാമ്പൂ, പിന്നെ ചെറിയ 2 പൊട്ട് പട്ട അതിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഗരം മസാല ഉണ്ടെങ്കിൽ പിന്നെ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കറി ആയതിനു ശേഷം ലാസ്റ്റ് ഗരം മസാലപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ ഞാൻ അതില്ലാത്തതുകൊണ്ട് തേങ്ങയിൽ അരച്ച് ചേർത്തു എന്ന് മാത്രം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് തേങ്ങ അരപ്പൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ കുറുമേൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ എല്ലാം കറക്റ്റായിട്ട് കാണിക്കാത്തത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നൂൽപുട്ടും രാവിലത്തെ കുറുമക്കറിയും കണ്ടല്ലോ, എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കുക. അപ്പോൾ ഇതിപ്പോൾ കണ്ടത് കാവത്താണ് കേട്ടോ. നല്ല നാടൻ കാവത്ത് കിട്ടിയിട്ടുണ്ട്. കാവത്ത് നാടൻ തന്നെ അല്ലേ. അപ്പോൾ കാവത്തൊക്കെ ചെറിയ പീസാട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളി നാടൻ കറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും ചെറുതായിട്ടൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ നുറുക്കി കുക്കറിലിട്ടു. കുറച്ച്
ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 2 വിസിൽ കൊടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുരിങ്ങ. അപ്പോൾ മുരിങ്ങ ഊരി നന്നായിട്ട് കഴുകണം, കഴുകി വെള്ളം തോരാൻ വേണ്ടി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ 2 വിസിൽ കൊടുത്ത് നമ്മുടെ കാവത്തൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാവത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പുഴുങ്ങി കഴിക്കാനാണെങ്കിലും ഇങ്ങനെ കറിയിലൊക്കെ ആണെങ്കിലും. അപ്പോൾ ചെറുതായിട്ടാണ് ഞാൻ ഉടച്ചിട്ടുള്ളൂ കേട്ടോ, ഫുള്ളൊന്നും ഉടച്ചിട്ടില്ല, ഇടയ്ക്കൊന്ന് കഷ്ണം പെറുക്കി തിന്നാനായിട്ട്. അപ്പോൾ മുരിങ്ങയത്തെ വെള്ളമൊക്കെ പോയിട്ട് ഞാനത് മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് 2 തള തിളപ്പിച്ചാൽ മതി കേട്ടോ, കാരണം മുരിങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കറിയായി. പിന്നെ അതിലേക്ക് താളിക്കാനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, ചുവന്നുള്ളി കേട്ടോ. പിന്നെ കടുക് പൊട്ടിച്ചു, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തു. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് പപ്പടും പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 നമ്മുടെ കൊണ്ടാട്ടൻ മുളകല്ല, വറ്റൽ മുളകുണ്ടല്ലോ, അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് താളിപ്പൊഴിച്ചു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.